ഗൾഫ് രാജ്യങ്ങളിലെത്തുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട സാമ്പത്തിക കാര്യങ്ങളാണ് ഇന്നത്തെ ബാലൻസ് ഷീറ്റിൽ നാം ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ബാലൻസ് ഷീറ്റിൽ നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും ബിസിനസ് എഡിറ്ററുമായ മിസ്റ്റർ ഭാസ്കർ രാജ്. സർ, വെൽക്കം ടു ദ ഷോ. സർ, ഇപ്പോൾ ആദ്യമായിട്ട് ഇവിടെ എത്തുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, അദ്ദേഹം എന്തൊക്കെയാണ് പ്ലാനിങ് നടത്തേണ്ടത്, എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യേണ്ടത്? ആദ്യമായി ഒരു പ്രവാസി ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ അന്വേഷിച്ച് വരുന്നതിലപ്പുറമായിട്ട് തൊഴിൽ നേടി വരികയാണ്. തൊഴിൽ നേടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്നത് അവരുടെ വിസ സ്റ്റാമ്പ് ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ സ്ഥിരമായി വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ, ഓരോ മാസം കഴിയുമ്പോൾ സ്ഥിരമായി വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ അവർക്ക് ആദ്യം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെമിറ്റൻസിൻ്റെ ഒരു കാര്യം വരുന്നുണ്ട്. നാട്ടിലേക്ക് പണം തിരിച്ചയക്കുക, നാട്ടിലേക്ക് അയക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭാവി ഭദ്രമാക്കുന്നതിന് വേണ്ടിയിട്ട് നിക്ഷേപം, ഇങ്ങനെ 2-3 കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ കാര്യങ്ങൾക്ക് ചെയ്യുന്നതിന് ആദ്യമായിട്ട് അവരിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വിസ സ്റ്റാറ്റസ് റെഗുലറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ NRI സ്റ്റേറ്റസ് ആദ്യം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു NRI അക്കൗണ്ട്, അതായത് കിട്ടുന്ന വരുമാനം നാട്ടിലേക്ക് പണം അയക്കുന്നതിന് വേണ്ടിയിട്ട്, റെമിറ്റൻസ് ചെയ്യുന്നതിന് വേണ്ടി അവർക്കൊരു NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സ്വാഭാവികമായിട്ടും പലരും ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ വരുന്നതിന് മുമ്പ് തന്നെ NRI അക്കൗണ്ട്, NRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ, ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടായിരിക്കും. ചില ബാങ്കുകൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചില ആളുകൾക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർ NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് വരാം. പക്ഷേ വിസ സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം, സ്റ്റാറ്റസ് ഉറപ്പാക്കിയതിന് ശേഷം അവർക്ക് ആ വിസ കോപ്പി നാട്ടിലേക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അത് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ NRI അക്കൗണ്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് അതിന് വല്ല ഫെസിലിറ്റിയും കാര്യങ്ങളും. അപ്പോൾ കൂടുതൽ ആളുകളും ചെയ്യുന്നത് NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഇന്ത്യൻ ബാങ്കുകളിലാണല്ലോ ഇന്ത്യൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യൻ ബാങ്കുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ബാങ്ക് മാത്രമേ ഉള്ളൂ നമുക്ക്, അതായത് ബാങ്ക് ഓഫ് ബറോഡ മാത്രമേ ഉള്ളൂ ലൈസൻസ്ഡ് ബാങ്ക്, അതായത് ട്രാൻസാക്ഷൻ നടത്തുന്ന, ലോക്കൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ബാങ്ക്. ബാക്കി എല്ലാ ബാങ്കുകൾക്കും, ഒട്ടുമിക്ക ബാങ്കുകളുടെയും റെപ്പ് ഓഫീസുകളുണ്ട്. അപ്പോൾ നമുക്കൊരു NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഹൗസസിൽ കൂടി ചെയ്യാം, അല്ലെങ്കിൽ ഈ ബാങ്കുകളുടെ തന്നെ റെപ്പ് ഓഫീസുകളിൽ കൂടി നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഉള്ള സൗകര്യങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം NRI അക്കൗണ്ടിലേക്കാണ് നമ്മൾ പണം അയക്കുക. പണം അയക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ചേഞ്ചുകളിൽ കൂടിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടിയോ ഇപ്പോൾ നമുക്ക് പണം അയക്കാൻ നോക്കും. അപ്പോൾ ഈ പണം അയക്കുന്നത് പറഞ്ഞാൽ നമ്മൾ അവിടെയുള്ള ഒരു ബെനിഫിഷ്യറിക്കാണ് അയക്കുന്നത് നാട്ടിലേക്ക്. അതായത് അവിവാഹിതരാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസിനാകാം, അല്ലെന്നുണ്ടെങ്കിൽ വിവാഹിതരാണെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ മറ്റുള്ളവർക്കോ വേറെ ബെനിഫിഷ്യറീസിന് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് പണം അയച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ പണം അയക്കുന്നതിനിടയിൽ പണം സ്വീകരിക്കുന്ന ആർക്ക് വേണമെങ്കിലും പണം സ്വീകരിക്കാം. ഇത് വളരെ ബേസിക്കായ കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെങ്കിലും ഇപ്പോൾ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഇത് പലപ്പോഴും ആളുകൾക്ക് അറിയത്തില്ല ഏതെല്ലാം ബാങ്കിങ് ചാനൽസാണ് ഇത് ഓപ്പൺ എന്ന് പലർക്കും അറിയാത്തവരുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. അവർക്കപ്പോൾ ഈ NRI അക്കൗണ്ടിലേക്ക് നമുക്ക് NRI അക്കൗണ്ടിൽ കൂടെ മാത്രമേ പണം അയക്കാൻ പാടുള്ളൂ. ഈ പണം സ്വീകരിക്കുന്നതിന് അതിനൊരു ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നാട്ടിലേക്ക് റെമിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചില രാജ്യങ്ങളിൽ, ഗൾഫിലെ തന്നെ ചില രാജ്യങ്ങളിൽ അവരുടെ വരുമാനത്തിൽ കവിഞ്ഞ് റെമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നുള്ളത് വേറൊരു കാര്യമാണ്, പലപ്പോഴും ഉണ്ട്. പക്ഷേ അപ്പോൾ എത്ര വേണമെങ്കിലും അവിടെ പണം സ്വീകരിക്കാം. ഈ പണം സ്വീകരിച്ചതിന് ശേഷം അവർക്ക് ആ അക്കൗണ്ടിൽ നിന്ന് മറ്റുള്ളവർക്ക്, അതുപോലെ തന്നെ നമുക്ക് NRI ചെക്ക് അവർ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് ചെക്ക് ഇഷ്യൂ ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് പണം വേറൊരാൾക്ക് അയച്ചു കൊടുത്തതിന് ശേഷം ആ ചെക്ക് ലീഫ് നമുക്ക് സൈൻ ചെയ്ത് ചെക്ക് ലീഫ് അയച്ചു കൊടുത്തതിന് ശേഷം നോർമൽ ട്രാൻസാക്ഷൻ നടത്താവുന്നതാണ്. അപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിന് ലിമിറ്റ് ഇല്ലാത്തതാണ്. എത്ര വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ആകാം വിദേശ നാണ്യം ഇന്ത്യയിലേക്ക്, അതായത് ഇന്ത്യ കൂടുതലും അത് എത്രമാത്രം കിട്ടാവുന്നോ അത്രയും സ്വീകരിക്കുന്നതിനായിട്ട് അവർ തയ്യാറാകുകയാണ്. അപ്പോൾ അതിനകത്തൊരു പ്രശ്നം വരുന്നില്ല. പിന്നെ അവിടെ പലപ്പോഴും പ്രശ്നം വരാറുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ ട്രാൻസാക്ഷൻ നടത്തുന്ന ഏതെങ്കിലും ലിമിറ്റ് ഉണ്ടോയെന്ന്. നാട്ടിൽ ചെന്നതിന് ശേഷം അവർക്ക് നമുക്ക് ഈ പണം വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മിക്ക ബാങ്കുകൾ, ഇന്ത്യൻ ബാങ്കുകൾ നമുക്ക് ഡെബിറ്റ് കാർഡ് തരുന്നുണ്ട്, ചില ക്രെഡിറ്റ് കാർഡുണ്ട്. അപ്പോൾ ഈ ഡെബിറ്റ് കാർഡിൽ കൂടെ നമുക്ക് ഈ പണം പിൻവലിക്കാനായിട്ടും സൗകര്യമുണ്ട്. പക്ഷേ അതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ? അതിന് ലിമിറ്റ് ഇല്ല. ഡെബിറ്റ് കാർഡിന് ഇല്ലില്ല. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെന്നിട്ട് എത്ര വേണമെങ്കിലും. അപ്പോൾ പക്ഷേ ഒരു തവണ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചിട്ടുള്ള ആ ട്രാൻസാക്ഷൻ ലിമിറ്റ് മാത്രമേ കാണത്തുള്ളൂ. അത് പ്രശ്നമല്ല. ഇവിടെ നാട്ടിൽ ചെന്നതിന് ശേഷം പലരും ചോദിക്കാറുണ്ട്, അപ്പോൾ വിഡ്രോ ചെയ്യുന്നതിന് ശേഷം നമുക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പല ആളുകളും വരുന്നത്, നിർബന്ധമായിട്ടും പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിദേശത്തേക്ക് പോരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പാൻ കാർഡ് ഉണ്ടാകും. പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയും. പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡാണത്. ഇതൊരു കാർഡ്, അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ചിലപ്പം ഒരു പക്ഷേ ഇനി ക്രമേണ നമ്മൾ ഇതെല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് ഒറ്റ കാർഡാക്കാൻ, ഈ നാഷണൽ ID പോലെ ആക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ നിർബന്ധമായിട്ടും വേണ്ടതാണ് ഒരു പാൻ കാർഡ് വേണം.
ഓക്കെ. ഈ പാൻ കാർഡ് ഇപ്പോൾ നമ്മൾ പൊതുവേ കേൾക്കുന്നത് നാട്ടിൽ പാൻ കാർഡ് നിർബന്ധമാണ്, എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് എത്രത്തോളമാണ് ഒരു പാൻ കാർഡിൻ്റെ ഇമ്പോർട്ടൻസ്? ഇന്ത്യയിൽ തന്നെ പാൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനമുള്ള ആളുകൾ, അതായത് നമുക്ക് പിന്നെ ടാക്സ് റെമിറ്റ് ചെയ്യണം എന്നുള്ളതുണ്ട്. അതെ, നമ്മൾ നികുതി കൊടുക്കണം, വരുമാനത്തിൽ ഇൻകം ടാക്സ് കൊടുക്കണം. ഇൻകം ടാക്സ് കൊടുക്കുമ്പോൾ ആ ഇൻകം ടാക്സ് പേ ആണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെ ആ ടാക്സ് ബ്രാക്കറ്റിൽ പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടാക്സ് നെറ്റിൽ പെടുന്നതിന് വേണ്ടിയിട്ട് അതിനകത്താണ് അവർക്ക് പെർമനൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു നമ്പറാണ്. ഇത് ഒരിക്കലും ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എല്ലാ കാലത്തേക്കുമായിട്ട് അത് പെർമനൻ്റ് ആണ്. ഒരിക്കലും അതിന് നമ്പർ മാറ്റം വരുന്നില്ല, എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും. അപ്പം മറ്റ് ചില ബാങ്ക് അക്കൗണ്ട് നമ്പറിലൊക്കെ ചിലപ്പോൾ മാറ്റം വരുത്താം. പക്ഷേ ഈ അതുകൊണ്ട് തന്നെയാണ് ഇതിന് പാൻ എന്ന പേര്, പെർമനൻ്റ് അക്കൗണ്ട് നമ്പറാണ്. അതൊരു യുണീക്ക് ഐഡൻറ്റിറ്റിയാണ്. ഈ ഐഡൻറ്റിറ്റി ഉള്ള കാർഡ് ഇന്ത്യയിൽ അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ വിദേശത്തേക്ക് പോരുന്ന സമയത്ത് നമുക്ക് ഈ പാൻ കാർഡിൻ്റെ ആവശ്യമുണ്ട്. പാൻ കാർഡിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവിടെ ചെന്നതിന് ശേഷമാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് പണം സ്വീകരിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനും ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതൽ. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 50,000 രൂപയിൽ കൂടുതൽ നമ്മൾ നിക്ഷേപിക്കുകയോ 50,000 രൂപയിൽ കൂടുതൽ വിഡ്രോ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് പാൻ കാർഡ് കോട്ട് ചെയ്യണമെന്നുണ്ട്. ആ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ടും ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ടും അനുവദിക്കുകയുള്ളൂ. വേറൊരാളിന് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെയും പാൻ കാർഡ് ഉള്ള ആളിനോട് മാത്രമേ നമുക്കിത് പറയാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ പാൻ കാർഡ് ഇന്ത്യയിൽ കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് പാൻ കാർഡ് നമുക്ക് ലഭ്യമാക്കാനായിട്ട് പല ആളുകൾക്കും ഈ പാൻ കാർഡിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അത്ര ഉയർന്ന വരുമാനം ഉണ്ടെങ്കിൽ മാത്രം മതി പാൻ കാർഡ്, അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം, നികുതി കൊടുക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് പാൻ കാർഡ് അല്ല. ബാക്കി പിന്നെ മറ്റൊരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാൻ കാർഡിൻ്റെ ഇവിടെ പാൻ കാർഡ് നമുക്ക് പിന്നെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ അതായത് ഇന്ത്യൻ ഓൺലൈൻ നമുക്ക് പാൻ കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് ഇവിടെ എക്സ്ചേഞ്ച് ഹൗസസ് തന്നെ സൗകര്യം തരുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻസ് മിനിസ്ട്രിയുടെ അക്കൗണ്ട് ഇതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, വെബ്സൈറ്റിൽ പോയി കാണുന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ അതിൻ്റെ ഫീയും നമുക്ക് റെമിറ്റ് ചെയ്തതിന് ശേഷം യു വിൽ ഗെറ്റ് എ കാർഡ് ബൈ പോസ്റ്റ്. ആ പെർമനന്റ് അക്കൗണ്ട് നമ്പർ കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഓൺലൈൻ. പിന്നെ മറ്റൊന്ന്, പ്രവാസികൾക്ക് പാൻ കാർഡിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് സ്ഥലം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പല ആളുകളും ചെയ്യാറുണ്ട്. ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നാട്ടിൽ പോയതിന് ശേഷം കുറേ സമ്പാദിച്ചതിന് ശേഷം ഒന്നുകിൽ അവർക്ക് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഏതെങ്കിലും വസ്തു വിനിമയം നടത്തുന്ന സമയത്ത്, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമയത്തും പാൻ കാർഡ് അത്യാവശ്യമായ ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ പാൻ കാർഡ്, അതായത് നമ്മുടെ വരുമാനം എത്ര കൂടിയാലും കുറഞ്ഞാലും അവർക്ക് പാൻ കാർഡ് ഉണ്ടാകണം. പിന്നെ പലർക്കും ഒരു പേടിയുണ്ട്, ഇപ്പോൾ ഈ പാൻ കാർഡ് ഉള്ളത് കൊണ്ട് ഈ ബാങ്കുകൾ അവരുടെ ട്രാൻസാക്ഷൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാ അവരുടെ ടാക്സ് ബ്രാക്കറ്റിൽ വരുന്നുണ്ടെങ്കിൽ ടാക്സ് നെറ്റിൽ വരുന്നു എന്നുള്ള ഒരു ഭയമോ, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ട്രാൻസാക്ഷനും ഗവൺമെൻറ് കിനിഞ്ഞ് നോക്കുന്നു എന്നുള്ള ഒരു ഭയമോ അതില്ല. ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും ഇപ്പോൾ വളരെ വളരെ സുതാര്യമാണ്. എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. എല്ലാ ട്രാൻസാക്ഷനും ബാങ്കുകൾ തമ്മിൽ ഉള്ളതായ ലിങ്കപ്പ് ഉള്ളതുകൊണ്ട് എല്ലാ ട്രാൻസാക്ഷനും അവരുടെ നിരീക്ഷണത്തിലാണ്. അത് പാൻ കാർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ അതിൻ്റെ പേരിൽ പാൻ കാർഡ് ഇല്ലാതാക്കാൻ പോകണ്ട. പാൻ കാർഡ് എല്ലാത്തിലും വേണം എന്നതാണ്. പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ ഏതൊക്കെ രീതിയിലാണ്, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളൊരു ആദ്യമായിട്ട് ഇപ്പോൾ ഒരാൾ എത്തി, ഇപ്പോൾ അയാളിപ്പോൾ കുറച്ച് ക്യാഷ് അയക്കണം, അല്ലെങ്കിൽ ക്യാഷ് എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് അയാൾക്ക് നാട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ? അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്ന് വരുമാനമായി കഴിഞ്ഞ് കഴിഞ്ഞ് അവർക്ക് നാട്ടിലേക്ക് അയക്കുന്നതിന് പല ചാനലുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ചാനലുകളുണ്ട്. നിർബന്ധമായിട്ടും പോകേണ്ടതെന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഹൗസസിൽ കൂടെയോ അല്ലെങ്കിൽ NRI അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ടോ റെമിറ്റ് ചെയ്യാം. ഡയറക്റ്റായിട്ട് റെമിക്കുന്നത് അതാത് ബാങ്കുകളുടെ റെപ്പ് ഓഫീസുകളിൽ കൂടെ നമുക്ക് ചെയ്യാൻ ഒക്കും. അവിടെ ക്യാഷ് സ്വീകരിക്കാൻ അവർക്കുള്ള അധികാരമില്ല ഇവിടെ. ട്രാൻസാക്ഷൻ ഇവിടെ ഒരു ബാങ്കുകൾ മാത്രം, മറ്റ് ബാങ്കുകൾക്ക് ഇല്ലാത്തതാണ്. അപ്പോൾ പിന്നെ ഒന്ന് നമുക്ക് പറഞ്ഞാൽ എക്സ്ചേഞ്ചസിൽ കൂടെയോ അല്ലെങ്കിൽ ഈ ബാങ്കിൽ നേരിട്ട് നമുക്ക് പോയിട്ട് വെസ്റ്റേൺ യൂണിയനിൽ കൂടെയോ നമുക്ക് പണം റെമിറ്റ് ചെയ്യാൻ ഒക്കുന്നു. നമ്മൾ എക്സ്ചേഞ്ച് വഴി നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയും അത് അപ്പർ ലിമിറ്റ് വെച്ചിട്ടില്ല. ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2000 ദിർഹത്തിൽ കൂടുതൽ UAE സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ചേഞ്ച് ഹൗസിൽ പോയി നമ്മൾ 2000 ദിർഹത്തിൽ കൂടുതൽ റെമിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഒരു ഐഡൻറ്റിറ്റി ആവശ്യപ്പെടും. അപ്പോൾ ഇവിടെയുള്ളവർക്ക് UAE വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊന്നുമില്ല, അവരുടെ ലേബർ കാർഡ് ഉണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നാഷണൽ ID ഉണ്ടാവും. ഈ നാഷണൽ IDയുടെ അല്ലെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് കോപ്പി വിത്ത് യുവർ വിസ കോപ്പി, ഇത് അവർക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ അവർ നമുക്ക്, അതായത് ഐഡൻറ്റിറ്റി വാട്ട് ഇസ് കോൾഡ് KYC നടത്തുക എന്ന് പറയും. KYC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ യുവർ കസ്റ്റമർ.
നോ യുവർ കസ്റ്റമർ എന്നുള്ള ആ ഒരു Customer അറിഞ്ഞിരിക്കണം. അതിൻ്റെ ആ ഒരു റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് അവർ ഈ കസ്റ്റമർ ആരാണ്, ഏത് കസ്റ്റമറാണ് ഇത് റെമിറ്റ് ചെയ്യുന്നതെന്നുള്ളത് ബാങ്കുകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ബാങ്കുകളും അതോടൊപ്പം തന്നെ എക്സ്ചേഞ്ച് ഹൗസസും. അത് ഇവിടുത്തെ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു നിയമമാണത്. അപ്പോൾ നമുക്ക് എമൗണ്ട്, അതായത് 2000 താഴെയുള്ള എമൗണ്ട്, 2000 ദീർഘത്തിന് താഴെയുള്ളത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും യഥേഷ്ടം നമുക്ക് റെമിറ്റ് ചെയ്യാൻ ഒക്കും. അതായത് അതിനകത്ത് ആ ഫോമിൽ നമുക്ക് കൊടുത്തതിന് ശേഷം ആർക്ക് വേണമെന്നുണ്ടെങ്കിലും റെമിറ്റ് ചെയ്യാൻ ഒക്കും. കൂടാതെ മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കുകളിൽ കൂടി ട്രാൻസാക്ഷൻ നടത്താം. ബാങ്കുകളിൽ കൂടി റെമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നാട്ടിലുള്ള ബെനിഫിഷ്യറിനെ നമുക്ക് നാട്ടിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇപ്പോഴുണ്ട്. എല്ലാ ബാങ്കുകളും, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ബാങ്കുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കും, എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ പല ആളുകളും ഈ എക്സ്ചേഞ്ച് അതാത് ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ചിട്ടായിരിക്കും. അതായത് വിനിമയ നിരക്കുണ്ട്. ഇപ്പോൾ ഒരു ദീർഘത്തിനെതിരായിട്ട് ഇത്ര രൂപ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഡോളറിൻ്റെ അതിൻ്റെ ഫ്ലക്ച്വേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചിട്ട് നമുക്ക് ഏറ്റവും സൗകര്യമുള്ളൊരു ദിവസം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പലരും റെമിറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അധികം സാലറി ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കാം. അധികം ഇപ്പോൾ നമ്മൾ ലേബർ ക്യാമ്പിൽ ഇതിലൊക്കെ അധികം സാലറി ഉള്ള ആളുകളൊന്നും ആയിരിക്കണം എന്നില്ല. അതുപോലെ അവർക്ക് അധികം ഫെസിലിറ്റി കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾ എങ്ങനെയാണ് ഈ ഓൺലൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഓൺലൈൻ റെമിറ്റൻസ് എങ്ങനെ നടത്തുന്നത്? അങ്ങനെയുള്ള ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ വളരെ അപൂർവമായിട്ടേ നടത്താറുള്ളൂ. വളരെ കുറഞ്ഞാണ് സാധാരണ ചെയ്യാറുള്ളത്. സാധാരണയുള്ളത്, അതായത് ഇപ്പം വരുമാനം കുറഞ്ഞ തൊഴിലാളികൾ, പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിലുള്ളവർ, മറ്റുള്ളവരുള്ളവർ, അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്ചേഞ്ച് ഹൗസസിൽ കൂടെ തന്നെ അവർക്ക് ട്രാൻസാക്ഷൻ നടത്താൻ ഒക്കും. എക്സ്ചേഞ്ച്, അതായത് ഓരോ എക്സ്ചേഞ്ച് ഹൗസസിലും നമുക്ക് അതിനകത്തൊരു പ്രിഫേർഡ് അക്കൗണ്ട് നമ്പർ കൊടുത്തതിന് ശേഷം ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളത് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ പലപ്പോഴും അപ്പോൾ എല്ലാ എക്സ്ചേഞ്ചിലും അവർക്കൊരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉള്ള ഓരോ കാർഡ് കൊടുക്കാറുണ്ട്. അവരുടെ മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടാകും. അവിടെ ആ നമ്പർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് അക്കൗണ്ടിലേക്ക് സ്ഥിരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഒക്കും. അല്ലാതെ വേറെ പുതിയ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് വേണ്ടി, പുതിയ ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ടോ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അവർക്ക് നാട്ടിൽ ആ പണം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് എക്സ്ചേഞ്ചുകളുടെ ചില ഓഫീസുകൾ നാട്ടിലുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ എക്സ്ചേഞ്ചുകൾക്ക് പല ബാങ്കുകളുമായിട്ടുള്ള ട്രാൻസാക്ഷൻ കോർഡിനേഷനുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ചില അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ചില ബാങ്കുകൾക്ക്, ഉദാഹരണത്തിന് SBIക്ക് ഇവിടെ വേറൊരു ബാങ്കുണ്ട്, അല്ലെങ്കിൽ കാനറ ബാങ്കിന്, ഓരോ ബാങ്കുകൾക്കും എക്സ്ചേഞ്ച് ഹൗസസിൻ്റെ അവരുടെ പ്രിഫേർഡ് ബാങ്കുകളാണ്. അത് നോട്ട് എക്സ്ക്ലൂസീവ് ടു ദം. അപ്പോൾ ആ ബാങ്കുകളിലേക്ക് നമുക്ക് ആ ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ അക്കൗണ്ട് എവിടെയാണോ ആ അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ. സർ, പ്രവാസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. നമുക്ക് ആ ഒരു ലൈനിലുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഇത് വാഹിദാണ്, ദുബായിൽ നിന്ന്. ഓക്കെ വാഹിദ്, വെൽക്കം ടു ബാലൻസ് ഷീറ്റ്. ഓക്കെ വാഹിദ്, പറയൂ, എന്താണ് വാഹിദിന്റെ സംശയങ്ങൾ? ഹലോ സർ, വാഹിദാണ് സംസാരിക്കുന്നത്. വാഹിദ് പറയൂ, എന്താണ് സംശയം? സർ, ഇവിടെ ദുബായിൽ ഇവിടെ പാൻ കാർഡ് എങ്ങനെയാണ് എടുക്കാന്നാണ് അറിയേണ്ടത് സർ. ഓക്കെ, വാഹിദിന് പാൻ കാർഡ് ഉണ്ടോ? ഇല്ല, പുതിയത് എടുക്കാൻ വേണ്ടി. പാൻ കാർഡ് ഉള്ള ആർക്ക് എന്തുകൊണ്ടാണ് പാൻ കാർഡ് വേണമെന്ന് തോന്നിയത്? പിന്നെ ഇവിടെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ പാൻ കാർഡ് വേണമെന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞു. ബിസിനസ് ആവശ്യങ്ങൾക്കല്ല പാൻ കാർഡ്. നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് പോരുന്നതിന് മുമ്പ് പലരും വാങ്ങാറുണ്ട്. അതായത് പാൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. അതായത് ഇവിടുത്തെ ഇന്ത്യൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് ആ കാർഡ് തരുന്നത്. ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴും നമുക്ക്, അതായത് പ്രവാസികൾക്ക് നമുക്ക് അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് വാഹിദിനിപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓൺലൈനിൽ ട്രാൻസാക്ഷനിൽ അല്ല, ഓൺലൈനിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണത്. ഏതെങ്കിലും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇതുകൊണ്ടുണ്ടല്ലോ, അല്ലേ, ഇൻ്റർനെറ്റ് ബന്ധമുണ്ടല്ലോ. ഇൻ്റർനെറ്റ് ബന്ധം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈറ്റിൽ പോയതിന് ശേഷം നമുക്ക് അതിന് അപ്ലൈ ചെയ്യാവുന്നതാണത്. അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് ട്രാൻസാക്ഷൻ ഉണ്ട്. അതെനിക്ക് ഒന്ന് 50 രൂപയോ മറ്റാണ്. അത് നമുക്ക് ഓൺലൈനിൽ നമുക്ക് ആ ഫണ്ട് റെമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാർഡ് നമുക്ക് അപ്രൂവ് ചെയ്തതിന് ശേഷം അതിനകത്ത് വേറെ കൂടുതലൊന്നും നമ്മുടെ അഡ്രസ് പ്രൂഫ് മാത്രം കൊടുത്താൽ മതിയാവും. അതിനുശേഷം അത് ഓൺലൈനിൽ തന്നെ നമുക്കത് സാങ്ഷൻ ആക്കിയതിന് ശേഷം അത് അപ്രൂവ് ചെയ്തിട്ട് നമുക്കത് കാർഡ് അവർ പോസ്റ്റിൽ അയച്ചു തരും. ഹലോ വാഹിദ്. ഹലോ. വാഹിദ്, ഇപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. സർ, നമുക്ക് മറ്റൊരു കോളും കൂടെ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം. ഹലോ. എന്റെ പേര് ലത്തീഫ് എന്നാണ്. ലത്തീഫ്, വെൽക്കം ടു ബാലൻസ് ഷീറ്റ്. ലത്തീഫ് പറയൂ. ലത്തീഫ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഷാർജയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താണ് പറയൂ. ഞാനിപ്പോ വിസിറ്റിംഗ് വിസയിലാണ് സാർ. എനിക്കിപ്പോ നാട്ടിലേക്ക് കുറച്ച് പൈസ അയക്കണം എന്നുണ്ട്. അപ്പൊ അതിന് ഇപ്പൊ എനിക്ക് മണി എക്സ്ചേഞ്ച് വഴി എന്റെ പേരിൽ തന്നെ അയക്കാൻ എന്താണ് ബുദ്ധിമുട്ടുണ്ടോ? ആദ്യം സ്വാഭാവികമായിട്ട് ഒരു ചോദ്യമുണ്ട്. വിസിറ്റ് വിസ വന്ന ആൾ എങ്ങനെയാണ് നാട്ടിലേക്ക് പൈസ അയക്കുന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും കേട്ടോ. സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണത്. അതെങ്ങനെയാ, വല്ല സുഹൃത്തുക്കളിൽ നിന്ന് വല്ല? അതെ, സുഹൃത്തുക്കൾ നാട്ടില് ഇത്തിരി അത്യാവശ്യം വന്നപ്പോ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പൊ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ ആക്കിയിട്ട്.
ഓക്കെ. കൊടുക്കുക. നമുക്കിവിടെ നിയമപരമായിട്ട് അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണയായിട്ട് നമുക്ക് ബാങ്ക് ഈ എക്സ്ചേഞ്ച് ഹൗസസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഇവിടെ പെർമനൻറ്റ് റെസിഡൻ്റ് ഉള്ള ഒരാളിനോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വിസ ഉള്ള ആളുകളെ കൊണ്ടാണ് സാധാരണ ചെയ്യിപ്പിക്കാറുള്ളത്. അല്ലാതെ തന്നെ നമുക്ക് ഇവിടെ അതിന് നിയമപരമായിട്ട് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ഒരു എക്സ്ചേഞ്ച് ഹൗസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് 2000 ദിർഹത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെന്നെങ്കിലും അയക്കാം. ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഐഡൻറ്റിറ്റി അവർക്ക് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. ഐഡൻറ്റിറ്റി നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ റെഫറൻസോ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലേക്ക് പണം അയക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, സ്വാഭാവികമായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഐഡൻറ്റിറ്റി കൊടുക്കണമെന്ന് മാത്രമേ ഉണ്ടാവൂ. അതായത് ബാങ്കിന് അറിയണം അല്ലെങ്കിൽ എക്സ്ചേഞ്ചിന് അറിയണം ഇതാരാണ് പണം അയക്കുന്നതെന്ന് മാത്രം അറിഞ്ഞിട്ട് ഒരു ഐഡൻറ്റിറ്റി അവർക്ക് ഐഡൻറ്റിറ്റി പ്രൂഫ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണം അയക്കുന്നതിന് പ്രശ്നമില്ല. ഹലോ ലത്തീഫ്, ഇനി ധൈര്യമായിട്ട് നാട്ടിലോട്ട് പണമൊക്കെ അയച്ചോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ സാർ ഇതുപോലെ പക്ഷേ അത് വേറൊരുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെയാണ്, നമുക്ക് അയക്കുന്നതിന് ചില ലിമിറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ആരും അങ്ങനെ ചെയ്യാറില്ല. വിസിറ്റ് വിസയിൽ വരുന്ന ആളുകൾ മറ്റ് നാട്ടിലേക്ക് പണം അയക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. പക്ഷേ അത് സംശയിക്കാൻ നോക്കുന്നത് അങ്ങനെ വിസിറ്റ് വിസയിൽ വന്ന ആളുകൾ അയക്കാതിരിക്കുന്നത് ചിലപ്പോൾ പലപ്പോഴും ഈ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് അയക്കുന്നു എന്നുള്ളൊരു സംശയം ഉണ്ടാകും. പക്ഷേ എല്ലാ ട്രാൻസാക്ഷനും ഇവിടെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അണ്ടർ സർവൈലൻസ് ആണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടുന്ന് എല്ലാ ട്രാൻസാക്ഷനും. പിന്നെ കൂടാതെ ഇപ്പോൾ വിസിറ്റ് വിസയിൽ അല്ലാതെ ആളെന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ചില നിയമങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു 2000 ദിർഹത്തിൽ കൂടുതലാണ് റെമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് AML ആൻറ്റി മണി ലോണ്ടറിങ് നിയമങ്ങളുണ്ട്. അതായത് ഫണ്ട് അങ്ങനെ ട്രാൻസാക്ഷൻ ഇല്ലീഗലായിട്ട് ട്രാൻസാക്ഷൻ നടത്താതിരുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കമ്പനികൾക്കും എക്സ്ചേഞ്ച് ഹൗസസിനുമാണെങ്കിലും അവരുടെ ബാങ്കുകൾക്കാണെങ്കിലും അവിടെ ഒരു AML ഒരു കംപ്ലയൻസ് ഓഫീസറുണ്ട്. അവർ നോക്കുന്നുണ്ട് കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് KYC എന്ന് പറയുന്നത്, നോ യുവർ കസ്റ്റമർ എന്നുള്ള നിയമം അനുസരിച്ചിട്ട് അവരെല്ലാവരുടെയും ഐഡൻറ്റിറ്റി അവർക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഐഡൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അയക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അയക്കുന്നതിന് അത് ലിമിറ്റൊന്നുമില്ല എന്നുള്ളതാണ്. അല്ലാതെ പലർക്കും വരുന്നൊരു ഇതാണ് സംശയമാണത്. സ്വാഭാവികമായിട്ട് നമുക്ക് എത്ര അയക്കാനൊക്കെ എന്നുള്ളതാണ്. പക്ഷേ ചില രാജ്യങ്ങളിൽ അതിനൊരു നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് ഒരു വളരെയധികം ഫണ്ട് നമ്മൾ റെമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സോഴ്സ് ആവശ്യപ്പെടും. സോഴ്സ് ആവശ്യപ്പെടുന്നതിൽ ഉപരി അവർ ആവശ്യപ്പെടുന്നത് ഇത് ആരാണ് അയക്കുന്നതെന്ന് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഒക്കെ അവർ നോക്കിക്കോളൂ. അതാണ്. ഹലോ, ഇതാരാണ്? ആസിഫ് എന്നാണ് എൻ്റെ പേര്. ഓക്കെ ആസിഫ്, വെൽക്കം ടു ബാലൻസ് ഷീറ്റ്. ആസിഫ് പറയൂ, എന്താണ് ആസിഫിന്റെ സംശയങ്ങൾ? ആസിഫ് എവിടെ നിന്ന് വിളിക്കുന്നത്? ആസിഫ് ദുബൈയിൽ ഖത്തറിലാണ് വിളിക്കുന്നത്. എവിടുന്ന്? ഖത്തറിൽ നിന്നാണ്. പറയൂ എന്താണ് സംശയം? സാർ നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇവിടുന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് നാട്ടിലേക്ക് പൈസ അയക്കുന്നത് എക്സ്ചേഞ്ച് വഴിയാണ്. അപ്പോൾ കേട്ടിട്ടുണ്ട് ഒരുപാട് സോഴ്സ് ഉണ്ട്. ഇത് കൂടാതെ വേറെ ഇല്ലീഗലാണോ എന്താണെന്ന് അറിയില്ല, ഒരുപാട് പേര് പറയുന്നുണ്ട് വേറെ സോഴ്സ് വഴി നമുക്ക് ഫണ്ട് അയക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ഇല്ലീഗലാണെങ്കിൽ അത് എത്രത്തോളം ഗൗരവകരമാണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്ന് അറിയാനായിരുന്നു. ആസിഫിന് അറിയാമല്ലോ അത് ഇല്ലീഗലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് അല്ലേ? അല്ല, ആക്ച്വലി എനിക്ക് അത് ഇപ്പോഴും ഉറപ്പില്ല. അത് എനിക്ക് നല്ല ഒരുപാട് പേർക്ക് ഇത് അറിയാത്തതുണ്ട്. ഒരുപാട് പേര് ഇപ്പൊ ഇത് ലീഗലാണെന്ന് കരുതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലീഗലല്ല. അത് നമ്മൾ പല ആളുകളും ഒരു ഇത് പിന്നെ സംശയമുണ്ട്, പലർക്കും ഉള്ള ഒരു ആഗ്രഹം കൂടെയാണത്. പലപ്പോഴും പറയുന്നത് ഈ ബാങ്കിങ് ചാനൽസിൽ കൂടെ അല്ലാതെ, എക്സ്ചേഞ്ചിൽ കൂടെ അല്ലാതെ, അല്ലെ ബാങ്കുകളിൽ കൂടെ അല്ലാതെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഔട്ട്സൈഡ് ദ ബാങ്കിങ് ചാനൽസ് അയക്കുകയാണെങ്കിൽ കൂടുതൽ റേറ്റ് കിട്ടും എന്നുള്ള ഒരു ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ അത് പലരും ചെയ്യുന്നുമുണ്ട്. പക്ഷേ അത് തികച്ചും ഇല്ലീഗലായ ഒരു കാര്യമാണ്. ഇല്ലീഗലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാത്രമല്ല, അത് നിയമത്തിൻ്റെ മുൻപിൽ അത് നിയമവിരുദ്ധമാണ്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവർ കാണുന്നുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഒരു ട്രാൻസാക്ഷനും നമുക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ഇല്ലീഗൽ ചാനലിൽ കൂടെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പല പേരുകളാണ് ഇട്ടുള്ളത്. ഒന്നുകിൽ ഹവാല, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കുഴൽപ്പണം എന്നൊക്കെ പറഞ്ഞ പല പേരുകളിലൊക്കെ ആയിരിക്കും പലരും ചെയ്യുന്നത്. അപ്പോൾ ഈ ഹവാല ചാനലുകളിൽ കൂടെ ഒരിക്കലും അയക്കരുതെന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഭാഗ്യത്തിന് ഇന്ത്യയിലേക്ക് വളരെ കുറച്ച് മാത്രമേ അത് പോകുന്നുള്ളൂ. ഈ ഹവാല റാക്കറ്റിൽ കൂടെ, അതായത് ഹവാല റാക്കറ്റ് എന്ന് തന്നെയാണ് അതിന് ആക്ച്വലി പറയുന്നത്. ഈ പണത്തിന് ഒരു സുരക്ഷിതത്വം ഇല്ലാത്തതാണ്. മറ്റൊന്ന്, നമ്മളൊരു നിയമവിരുദ്ധമായൊരു കാര്യം ചെയ്യുന്നു. പിന്നെ അത് യഥാർത്ഥത്തിൽ ഒരു രാജ്യദ്രോഹം കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്, മനസ്സിലാക്കുക. ഇത് ഈ ഫണ്ട് എവിടെയാണ് എത്തുന്നുള്ളത് പോലും നമുക്കറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ എൻകറേജ് ചെയ്യാൻ പാടില്ല. അറിയുന്ന ആളുകളോടുകൂടെ പറയുക, അതൊരിക്കലും അതിനെ ഉപയോഗിക്കരുതെന്ന് പറയുക. അത് തന്നെ അല്ല, വരുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു ചെറിയ ബെനിഫിറ്റ്
മാത്രമേ അവർക്ക് ഉണ്ടാകുന്നുള്ളൂ അതിനകത്തുള്ളത്. അത് പക്ഷേ അതിനുണ്ടാകുന്നത് ഒരു രാജ്യദ്രോഹമാണ്, വലിയ നഷ്ടമാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ പണം കിട്ടുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ലെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്, നാട്ടിൽ തന്നെ ആണെന്നുണ്ടെങ്കിലും ഈ ഹവാല കുഴൽപ്പണം കൊണ്ടുപോകുന്നവരെ പിടിക്കുകയും അതുപോലെ തന്നെ അവരെ നിയമവിധേയരാക്കുകയും ചെയ്യുന്നതിന് ശേഷം അത് പലപ്പോഴും അത് അതിനൊരു വലിയ കണ്ണിയിൽ പെടുകയും കൂടെ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കരുതിയിരിക്കുന്ന എന്താ വെച്ചാൽ ഇത് തെറ്റാണെങ്കിൽ കൂടി വളരെ നിസ്സാരമായ ഒരു തെറ്റാണെന്നാണ് ധാരണ. അല്പം പോലും നിസ്സാരമല്ല, വളരെ 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 കുറ്റകരമായ ഒരു സംഗതിയാണത്. ഒരിക്കലും അതിൽ പെടാതിരിക്കുക. അറിയുന്ന ആളുകളോട് ഇതിനെ നമ്മൾ ഡിസ്കറേജ് ചെയ്യേണ്ടത് ഒരു ആവശ്യം കൂടെയാണത്. ഓക്കെ, അപ്പൊ ഇനി ആസിഫ് അത് ചെയ്യില്ലെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ഹലോ ആസിഫ്, ഇപ്പൊ ആസിഫിന് അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അത് എത്രത്തോളം ഗൗരവമേറിയ ഒരു വിഷയമാണെന്ന് ആസിഫിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക്സ് ഫോർ യുവർ കോളിംഗ്. അതെ, നിഷ പറഞ്ഞ പോലെ തന്നെ അത് വളരെ ഗൗരവമായ ഒരു സംഗതികളാണ്. അത് പലർക്കും അറിയത്തില്ല. ഇപ്പൊ ആസിഫ് പറഞ്ഞ പോലെ അത് ചെറിയ നിസ്സാരമാണ്, അത് കുറ്റമാണെന്ന് അറിയില്ല എന്നുള്ളതാണ്. അതായത് നിയമത്തിന്റെ അജ്ഞത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അതാണ് നമ്മൾ പറയുന്നത്. നിയമം അറിയത്തില്ലെന്ന് പറഞ്ഞത് തെറ്റല്ലാതായിരിക്കുന്നില്ല. തെറ്റാണെന്ന് അറിയാം, പക്ഷെ എന്നാലും അതൊരിക്കലും അതൊരു എക്സ്ക്യൂസ് അല്ല. അപ്പോൾ അതുകൊണ്ട് അത് വളരെ കുറ്റകരമായ ഒരു കാര്യമാണ്. അത് തന്നെയുമല്ല, ഇപ്പോഴത്തെ കാലത്ത് അത് മുഴുവൻ ട്രാൻസാക്ഷൻ മുഴുവൻ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ഗവൺമെൻറ്റും എല്ലാ മോണിറ്ററിങ് ഏജൻസികളും എപ്പോഴും എല്ലാ ട്രാൻസാക്ഷനും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് പിടിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ കഴിയുന്നതല്ല, ഒരിക്കലും അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. സർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. നമുക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇന്നത്തെ ബാലൻസ് ഷീറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്.